വേദിയോട് കടന്നിരിക്കണം. നമ്മുടെ സംസ്ഥാന 1999 ഡിസംബർ 18 അന്നത്തെ MLA ആയിരുന്ന ശ്രീ തോമസ് ചാഴിക്കാട് ഉദ്ഘാടനം ചെയ്ത ഈ സംഘടന പാലാ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ PM ചാക്കോ പെരിയപ്പുറം പ്രസിഡന്റായും ഏറ്റുമാനൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി ആയിരുന്ന ശ്രീ MD കുര്യച്ചൻ സെക്രട്ടറിയായും PG കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇക്കാലത്ത് 2009 ശ്രീ N അരവിന്ദാസൻ നായർ പ്രസിഡന്റായപ്പോൾ ആ സ്ഥാനം നന്ദാവനം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി. സ്വന്തം എന്ന പോലെ സംഘടനയ്ക്ക് യോഗങ്ങൾ കൂടാനും മറ്റും സാധിച്ചു. അതോടെ ഈ കൂട്ടായ്മയുടെ വളർച്ച ദ്രുതഗതിയിലായി. ഇന്ന് 250 അംഗങ്ങളുണ്ട്. ഈ വർഷം പുതുതായി 42 പേർ അംഗത്വമെടുത്തു. മുതിർന്ന പൗരന്മാരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം പരിപാലിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുന്നതോടൊപ്പം അവരുടെ ഇടയിൽ സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്. കക്ഷി രാഷ്ട്രീയ സാമുദായിക സാമ്പത്തിക പരിധിയില്ലാതെ എല്ലാ മുതിർന്ന പൗരന്മാരും ഒരേ മനസ്സോടെ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നു. സമൂഹത്തോടുള്ള പ്രതിബദ്ധത മൂലം കുട്ടികളുടെ വിദ്യാഭ്യാസം, അശ്രമരായവർക്ക് ചികിത്സാ സഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും സംഘടന ശ്രദ്ധയെടുത്തിട്ടുണ്ട്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഇത്തരത്തിലൊരു സംഘടനകൾക്ക് സാധിക്കുകയില്ല എന്ന തിരിച്ചറിവിൽ ഈ സംഘടന ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ കേരളയുമായി അഫിലിയേറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ളത് ഈ കൂട്ടായ്മയുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു. അതിന് പ്രോത്സാഹനമെന്നോ ഈ കൂട്ടായ്മയിലെ മുതിർന്ന അംഗമായ ശ്രീ N കൃഷ്ണമൂർത്തത് ചിറ്റേഴത്തില്ലം ഏറ്റുമാനൂർ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ നാരായണമൂർത്തതിൻ്റെ സ്മരണയ്ക്കായി നല്ലൊരു തുക മന്ദിരത്തിന് വേണ്ടി സംഭാവന ചെയ്തു. മറ്റ് അംഗങ്ങളും കൂടി ആവശ്യമായ തുക സംഭാവന ചെയ്തതുകൊണ്ട് 2021 ഏപ്രിൽ മാസത്തിൽ 7 സെന്റ് സ്ഥലം വാങ്ങാൻ സാധിച്ചു. 2024 ജനുവരി 22 ഈ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി. അംഗങ്ങളുടെ നിസ്സീമമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. ഭൂമി വില ഉൾപ്പെടെ 56 ലക്ഷം രൂപ ഈ സ്വപ്ന ഭവനം പൂർത്തിയാക്കാൻ വേണ്ടി വന്നു. ഇതിൽ 15 ലക്ഷം രൂപ അംഗങ്ങളിൽ നിന്നും പലിശരഹിത വായ്പയായി വാങ്ങിയിട്ടുള്ളതാണ്. ഇതിനു പുറമെ ഇരിപ്പിടം ഉൾപ്പെടെയുള്ള ഫർണിച്ചറും സൗണ്ട് സിസ്റ്റവും മറ്റും അംഗങ്ങളുടെ തന്നെയുള്ള സംഭാവനയാണ്. ഈ സ്വപ്ന സൗധം ഒരു മാതൃക പകൽ വീടാക്കി മാറ്റാനാണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തന ലക്ഷ്യം. ഭൂരിപക്ഷം വരുന്ന വനിതാംഗങ്ങളുടെ തീവ്രമായ ആഗ്രഹം കൂടിയാണിത്. ഈ ആഗ്രഹം സഫലമാക്കാൻ നിലവിലുള്ള ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ MPമാരായ ശ്രീ ഫ്രാൻസിസ് ജോർജിനെയും ശ്രീ ജോസ് കെ മാണിയെയും നേരിൽ കണ്ട് സാമ്പത്തിക സഹായത്തിനായി നിവേദനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി ഈ സംഘടനയെ നല്ല നിലയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് ഡോക്ടർ VV സോമനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ബഹുമാനപുരസ്സരം സ്വാഗതം ചെയ്യുകയും ഈ സ്വപ്ന സൗധത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രധാന നമ്മുടെ മന്ത്രി സ്ഥല MLA തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ ആദരണീയനായ ശ്രീ PN വാസവൻ വരാമെന്ന് നേരിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സമീപത്തിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ സ്വപ്ന സൗധത്തിൻ്റെ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം നടത്താൻ എത്തിയിട്ടുള്ള കോട്ടയം ലോക്സഭാ മണ്ഡലം MP ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവരുടെ ഈ യോഗത്തിലേക്ക് വളരെ ആദരവോടെ സ്വാഗതം ചെയ്തു. ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ കേരളയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ K രാധാകൃഷ്ണൻ IPS അവരുടെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. മഹത്തായ ഈ സ്വപ്ന സാഫല്യ മുഹൂർത്തത്തിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ഏറ്റുമാനൂർ നഗരസഭ അധ്യക്ഷയും ഈ സംഘടനയുടെ
രക്ഷാധികാരിയുമായ ബഹുമാന്യായ ശ്രീമതി ലൗലി ജോർജ് പടിയേരെ സ്നേഹപുരസ്സരം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റുമാനൂർ നഗരസഭാ കൺവെൻഷൻ മെമ്പർ ബഹുമാനപ്പെട്ട ശ്രീ ES ബിജുവിനെ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ ഈ കൂട്ടായ്മയുടെ ഒരു ഹൃദയകാംക്ഷിയുമായ ശ്രീമതി ബീന ഷാജിയെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിലെ കൗൺസിലറും ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട ശ്രീ CB ചെറിയലിനെ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർ ശ്രീമതി ഉഷ സുരേഷിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സംഘടനയുടെ ഏറ്റവും പൂർണ്ണ അംഗവും സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ ജോസ് ചന്ദ്രബാബുവിനെ ഏറെ ബഹുമാനത്തോടെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഈ കൂട്ടായ്മയുടെ മുൻകാല പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറി ജനറലും പ്രസിഡന്റുമായിരുന്ന ഈ സംഘടനയുടെ എല്ലാമായ ശ്രീ അരവിന്ദാസ് നായരെ വളരെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ബിജു കുറുകിനെ ഈ യോഗത്തിലേക്ക് സദയം സ്വാഗതം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീ CS അശോക് കുമാർ, ഈ കൂട്ടായ്മയുടെ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ശ്രീ N അജയകുമാർ, പോസ്റ്റർ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ഗീത S നായർ, പോസ്റ്റർ ജില്ലാ പ്രസിഡന്റ് ശ്രീ KN മോഹൻദാസ് എന്നിവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പോസ്റ്റാക്കിന്റെ മറ്റ് ജില്ലാ യൂണിറ്റുകളിൽ നിന്നും എത്തിയിട്ടുള്ള അതായത് സഹോദര സ്ഥാപനങ്ങളായ മണർകാട്, പാകത്താനം എന്നീ സഹോദര സ്ഥാപനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഭാരവാഹികൾ, അതിലെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സ്വാഗതം നൽകുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ സഹവാസികളായ കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായ ശ്രീമതി ലീലാമണിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്വപ്ന സൗധം സമയബന്ധിതമായി അതിമനോഹരമായി എഞ്ചിനീയർ ശ്രീ A രഞ്ജിത്തിനെ സ്വാഗതം ചെയ്തു. ഈ കൂട്ടായ്മയിലെ സ്നേഹനിധികളായ മക്കൾക്കും തങ്ങളുടെ കുടുക്കകൾ പൊട്ടിച്ച് ഈ സ്വപ്ന സൗധത്തിന്റെ സാക്ഷാത്കാരത്തിന് സംഭാവന ചെയ്യുന്ന ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഈ സ്വപ്ന സൗധം നിയോജക മണ്ഡലത്തിലെ നിറസാന്നിധ്യമായ MLA തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ ആദരണീയനായ ശ്രീ PM വാസവൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തു.
കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനായി ഡോക്ടർ വി സോമനെ ക്ഷണിക്കുന്നു. ബഹുമാനായ ലോകസഭ എം പി ശ്രീ ഫ്രാൻസിസ് ജോർജ് അവർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഗൗരി ജോർജുമാണ്, മൊസാക് സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ സാറ്, ഏറ്റുമാനൂർ മുനിസിപ്പൽ കൗൺസിലർ പി എസ് ബിജു അവർ, കൗൺസിലർ സിബി ചെറയിൽ, ബീന ഷാജി, ഉഷാ സുരേഷ്, ഡോക്ടർ ജോസഫ് സാറ്, നമ്മുടെ ക്ഷണത്തിലെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പിന്നെ എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ദിനമാണ്, സംതൃപ്തിയുടെ ദിനമാണ്. ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ തന്നെ നമ്മുടെ ചിരകാല അഭിലാഷമായ ഒരു സ്വപ്ന സൗധം ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നതിൽ അഭിമാനം, വളരെ സന്തോഷമുണ്ട്. ചരിത്ര നാടകങ്ങളിലൂടെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, 1999 12 അംഗങ്ങളുമായി തുടങ്ങി വന്ന ഈ സംഘടന വളർന്ന് പന്തലിച്ചിരുന്ന് 250ഓളം മെമ്പേഴ്സായി വർദ്ധിപ്പിക്കുകയാണ്. അന്ന് തോമസ് ചാഴികാടൻ MLA അവർ ഉദ്ഘാടനം ചെയ്ത മീറ്റിങ്ങിൽ പ്രൊഫസർ PM ചാക്കോ സാർ പ്രസിഡന്റായി ചാർജ് ചെയ്തിട്ട് 25 വർഷം തികയുമ്പോൾ പല മഹാരഥന്മാരും ഇതിൻ്റെ ഭരണധാരതയിൽ വന്നിട്ടുണ്ട്. എന്നാൽ 2009 ബഹുമാനായ അരവിന്ദാക്ഷൻ സാറ് പ്രസിഡന്റായി ചാർജ് എടുത്തതിന് ശേഷം ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും സന്താപത്തിലേക്ക് മാറ്റുകയായിരുന്നു. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് 25 വർഷം തികയുന്ന ഈ വർഷം നമ്മുടെ സ്വപ്ന സൗഹൃദത്തിൻ്റെ ഉദ്ഘാടന വേദിയാണ് നമ്മൾക്കിവിടെ സാധ്യപ്പെടുത്തിയിരിക്കുന്നത്. കണക്കിൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ആയുർദൈർഘ്യം വളരെയധികം വർദ്ധിക്കുകയും സീനിയേഴ്സിൻ്റെ എണ്ണം കൂടുകയും ചെയ്തെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഈ കണക്കിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്നത്തെ ജനന നിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു, മരണനിരക്ക് അതിലും കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരോഗ്യമുള്ളവർ വയസ്സ് കൂടുമ്പോൾ ഉണ്ടാകുന്ന സീനിയർ സിറ്റിസൻ്റെ പെർസെൻറ്റേജ് വളരെയധികം കൂടിയിട്ടുണ്ട്. അത് 2074 ആകുമ്പോഴത്തേക്ക് 2 ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് കണക്കിൽ സൂചിപ്പിക്കുന്നത്. 80 വയസ്സിന് ശേഷമുള്ള കണക്ക് എത്രയെങ്കിലും എടുക്കുകയാണെങ്കിൽ 1.9% എന്നുള്ളത് 2050 3 ഇരട്ടിയായി വർദ്ധിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സീനിയർ സിറ്റിസൺ ക്ലബിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നാം ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ മൊസാക് ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തനം വളരെ ചിട്ടയോടെ നടത്തി പൊതുജനങ്ങൾക്കും ഉൾപ്പെടെ മുതിർന്ന പൗരന്മാരെ കാക്കാറ്റുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം ശാരീരിക മാനസിക ഉല്ലാസം കിട്ടുന്ന രീതിയിലുള്ളതാണ്. എല്ലാ മാസവും റെഗുലറായിട്ട് മീറ്റിംഗ്, പൊതുയോഗം, മത്സരങ്ങൾ, കലാപരിപാടികൾ, സമയോചിതമായ മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടെ പറയേണ്ട ഒരു കാര്യം, ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ്റെ സീനിയേഴ്സിനെ നോക്കുവാൻ പാലിയേറ്റീവ് കെയറിൻ്റെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റുമാനൂർ സീനിയർ സിറ്റിസന് വേണ്ടി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സെൻറ്റർ പൊതുജനങ്ങൾക്ക് കൂടി തുറന്നു കൊടുത്തുകൊണ്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആമുഖമായി ഇത്രയും പറഞ്ഞ ഈ ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ ഏറ്റുമാനൂർക്ക് മുതിർന്ന പൗരന്മാർക്ക് ഒരു മാതൃകാ സ്ഥാപനമായി മാറട്ടെ, അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി അംഗങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ. 250ഓളം അംഗങ്ങളുടെ എല്ലാവരും തന്നെ അവരുടെ കഴിവനുസരിച്ച്, സാമ്പത്തിക ശേഷി അനുസരിച്ച് തന്ന പൈസ കൊണ്ട് മാത്രമാണ് ഈ ബിൽഡിംഗ് പണിതെന്ന് പറയുമ്പോൾ ശരിക്കും രോമാഞ്ചം കൊള്ളുകയാണ്. 29 ലക്ഷം രൂപ മണിക്ക് സ്ഥലം മേടിക്കുകയും 33 ലക്ഷം രൂപ മണിക്ക് കെട്ടിടം പണിയുകയും ചെയ്തപ്പോഴത്തേക്ക് ഉള്ള സാമ്പത്തിക ബാധ്യത അല്പം കൂടുതലാണ്
എങ്കിൽ പോലും അംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോട് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച രഞ്ജിത്ത് എന്ന എഞ്ചിനീയർ നമുക്കുണ്ട്. അദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ പറയാതിരിക്കാനുള്ള കാരണം ഓരോ ഘട്ടത്തിലും 1 വർഷം 2 മാസം കൊണ്ടാണ് ഈ പണി പൂർത്തിയായത്. ഓരോ ഘട്ടത്തിലും ഇതിൻ്റെ പുരോഗതി വിലയിരുത്തി അന്നേരം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ഒരു വാക്ക്, ഈ റീഡ് അവർ മൈൻഡ്, ഗ്രിഡ് അവർ ഹോപ്സ് ആൻഡ് ബിൽഡ് അവർ ഇന്റഗ്രിറ്റി. ഇതാണ് രഞ്ജിത്തെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ഏരിയ സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ്റെ ഈ സ്വപ്ന സൗധം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മാധവൻ സാറിനും മറ്റുള്ളവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ വി വി സോമൻ, സഭാകരമാശംസ ശ്രീ എം അബ്ദുൽ റഹീം, ബഹുമാന്യ കൂടി ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ കെ രാധാകൃഷ്ണൻ, ശ്രീമതി ഗൗരി ജ്യോതിർഗീത, ശ്രീ ഇ എസ് ബിജു, ശ്രീമതി ബീന ഷാജി, ശ്രീ സി വി കെയും, ശ്രീമതി ഉല്ലാസ് സുരേഷ്, ശ്രീമതി പി ജെ സരസ്വതി തുടങ്ങിയ പേരുകളുടെ സദസ്സിലുള്ള ബഹുമാനിലെ സഹോദരി സഹോദരന്മാർ, ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷൻ സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകുന്നത് അഭിമാനകരമായ ഒരു നിമിഷം. ഏതൊരു സംഘടനയ്ക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രൂപത്തിലും ചിട്ടയോടുകൂടിയും എല്ലാം കൊണ്ടുപോകാൻ സ്വന്തമായ ഒരു ഇരിപ്പിടം എന്നത് അനിവാര്യമായ ഒരു ഘടകം ഓഫീസിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളും ഭാവനാസമ്പന്നമായ ദീർഘവീക്ഷണത്തോടുകൂടിയ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകി. ആ നിലയിൽ ഈ ആസ്ഥാന മന്ദിരം പടുത്തുയർത്താൻ വേണ്ടി സുപ്രധാനമായ തീരുമാനമെടുക്കുകയും അത് നിശ്ചയദാർഢ്യത്തോടുകൂടി മനോഹരമായി നിർമ്മിക്കുകയും ചെയ്ത ഇതിൻ്റെ ഭാരവാഹികളെ ആദ്യമായി അഭിനന്ദിക്കും. ഈ കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അതിപ്രധാനമായ ഒരു ബില്ല് ഇന്ത്യയിൽ ആദ്യമായി പാസ്സാക്കി. അത് വയോജന സംരക്ഷണ ബില്ലാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മറ്റൊരു സംസ്ഥാനത്ത് അത്തരമൊരു ബില്ല് ഇതുവരെ പാസ്സാക്കി. ഈ ബില്ല് ഞങ്ങൾ ക്യാബിനറ്റ് ചർച്ച ചെയ്യുമ്പോൾ വളരെ വിശദമായി വിഷയങ്ങളിലേക്ക് കടന്ന് എങ്ങനെയാണ് വയോജനങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടത്, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് എത്ര പെർസെൻറ്റേജ് വയോജനങ്ങളുണ്ട്, അവരുടെ ജീവിത സാഹചര്യം, അവരുടെ ആരോഗ്യ പരിപാലന രംഗം, അതോടൊപ്പം തന്നെ അവർക്ക് പലർക്കും ആ നിയമത്തിൽ സംസ്ഥാനത്തെ ഉന്നതനായ ഒരു പ്രൊഫഷണലെ തന്നെ ചേർക്കാനും അതോടൊപ്പം തന്നെ സീനിയർ സിറ്റിസൺസ് കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള സംഘടനയുടെ ഭാരവാഹികളെ ഉൾപ്പെടെ ബോർഡംഗങ്ങളുമായി നിശ്ചയിച്ചുകൊണ്ടാണ് അതിൻ്റെ ഭരണ സംവിധാനം ക്രമീകരിക്കുക. തുടർന്ന് ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ചട്ടങ്ങൾ കൂടിയായാൽ അത് പ്രയോഗത്തിൽ വരും. പ്രയോഗത്തിൽ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും ആ വയോജന കമ്മീഷനോട് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് സീനിയർ സിറ്റിസൺസിൻ്റെ ഓരോ സംഘടനയും മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സംജാതമാക്കിയാൽ പല രൂപത്തിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളിൽ ഇടപെടാനും ആ വയോജനങ്ങൾക്ക് പ്രയോജനകരമായ രൂപത്തിൽ നമുക്കത് പൊതുവിൽ പ്രാവർത്തികമാക്കാനും കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഈ കാര്യത്തിൽ പ്രധാനമായും നമ്മൾ എടുത്തുകാലത്തിൽ പരിശോധിച്ചാൽ വയോജനങ്ങളുടെ നമ്പർ ഘനീകരിക്കുന്നതെന്ന് അധ്യക്ഷൻ സൂചിപ്പിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗം ആഗോള മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 1000 കുട്ടികൾ പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പം 4 കുട്ടികളെ മരിക്കും, അമേരിക്കയിൽ 5 കുട്ടികൾ വരെ മരിക്കും. ഇത് നമ്മുടെ ശിശുമരണ നിരക്കിൽ വന്നിട്ടുള്ള അഭിമാനകരമായ ഒരു പുരോഗതിയാണ്. മാതൃമരണ നിരക്കെടുത്താൽ അഖിലേന്ത്യാ ശരാശരി 75 നമുക്ക് ഉയർത്തണം എന്ന രൂപത്തിലേക്കുള്ള നമ്മൾ തെറ്റിക്കൊണ്ടിരുന്ന രൂപത്തിലേക്കുള്ള കാഴ്ചപ്പാടനുസരിച്ച് നോക്കുമ്പോൾ കേരളം 26 പുരുഷന്മാരുടെ ആയുർദൈർഘ്യം അഖിലേന്ത്യാ ശരാശരി
69 നിൽക്കുമ്പോൾ നമ്മൾ 72 കഴിഞ്ഞിരിക്കും. സ്ത്രീകളുടെ ആയുർദൈർഘ്യം അഖിലേന്ത്യാ ശരാശരി 70 നമ്മൾ 76 കഴിഞ്ഞിരിക്കും. ഈ രൂപത്തിലുള്ള മുൻഗണന നമുക്ക് വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനം പൊതുമേഖലയിൽ, സ്വകാര്യ മേഖലയിൽ, സഹകരണ മേഖലയിൽ ആരോഗ്യ പരിപാലന രംഗത്ത് ഒരേപോലെ വിലപ്പെട്ട സംഭാവന നൽകിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്നെടുത്ത് പറയേണ്ടത്. കാരണം ഒടുവിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ കോവിഡ് കാലമെടുത്താൽ എത്രയോ വലിയ രൂപത്തിലുള്ള വാർത്തകളായിരുന്നു ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നത്. വിവിധ വികസിത നാടുകളിൽ പോലും 60 വയസ്സ് കഴിഞ്ഞാൽ കോവിഡ് രോഗികളെ ഊരിക്കൊന്നുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളായിരുന്നു ഓരോ സന്ദർഭത്തിൽ വന്നത്. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ 96 വയസ്സുള്ള ഇറ്റലിക്കാരൻ കൂടി തിരിച്ചു വന്ന റാന്നിക്കാരൻ അപ്പച്ചനെയും കേരളാക്കി തിരിച്ചു വിടുമ്പോൾ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും അതേപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റും അടക്കമുള്ള ആഗോള മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയത് കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്തെ മികവാർന്ന ആ രംഗത്തെ സമീപനങ്ങൾ തന്നെയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പൊതുവിൽ ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള നീതി ആയോഗവും വിലയിരുത്തിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ പരിപാലന രംഗമുള്ള ആഗോള മാതൃക സൃഷ്ടിച്ചൊരു സംസ്ഥാനം കേരളമാണ് എന്ന് കാണാൻ കഴിയും. അത് നമ്മുടെ ആയുർദൈർഘ്യം മുന്നോട്ട് വരാൻ ഇടവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഇനി ആ വയോജനങ്ങൾക്ക് പരിരക്ഷ ലഭിക്കേണ്ട സാഹചര്യം ഇപ്പം നമ്മളിവിടെ ഒരുപക്ഷെ ഈ സീനിയർ സിറ്റിസൺ ഫോറത്തിൽ ഒരു വിധത്തിലെടുക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ റിട്ടയറേഴ്സും അതേപോലെ തന്നെ ഒരു വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങളുള്ള സങ്കേതങ്ങളിലുള്ള അംഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതേസമയത്ത് പരമദരിദ്രരും വേറെ ആരോഗ്യം തിരിഞ്ഞു നോക്കാനില്ലാതെ നിരപരാധികളും നിസ്സഹായരും അതേപോലെ തന്നെ വിഷമതയനുഭവിക്കുന്നതുമായ എത്രയോ ബെഡ് പേഷ്യൻസ് വയോജനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ആ ബെഡ് പേഷ്യൻസിനെ പരിഹരിക്കാനുള്ള സൗകര്യം ഒരുങ്ങുമ്പോഴാണ് ആ വയോജന സംരക്ഷണം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ലക്ഷ്യത്തിൽ വ്യാപ്തിയിരുന്നത്. മക്കളുണ്ട്, അവർ വിദേശത്തായിരിക്കും. ഉന്നതസ്ഥാനീയരായി കഴിയുമ്പോൾ പല മക്കൾക്കും ഒരുപക്ഷെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള സമയം കിട്ടാറില്ല. പലരും പണം അയച്ച് ഞങ്ങൾക്കൊക്കെ വരുന്ന ഫോൺ കോളിൽ നല്ലൊരു ശതമാനം ഫോൺ കോൾ എൻ്റെ അച്ഛനെ ഏറ്റവും നല്ലൊരു അനാഥബന്ധത്തിലാക്കി തന്നെ എൻ്റെ അമ്മയെ അനാഥബന്ധത്തിൽ ഏതാണ് നല്ലത്, പണം ഞാൻ കൃത്യമായ വശമാണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജില്ലയിലെ നിരവധി അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ, പെയ്ഡ് സർവീസ് നടത്തുന്ന കേന്ദ്രങ്ങൾ നമുക്കെല്ലാം അറിയാം. അവിടെ നമ്മൾ പലരെയും ശുപാർശ കൊണ്ട് ആക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള അഭയകേന്ദ്രങ്ങളിൽ, അനാഥമന്ദിരങ്ങളിൽ വയോജനങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ആ വയോജനങ്ങൾക്ക് ഒരുപക്ഷെ മരുന്ന് കിട്ടും, ഭക്ഷണം കിട്ടും, വസ്ത്രം കിട്ടും, മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം കിട്ടും. പക്ഷേ മനസ്സും കോർത്ത് കെട്ടിയ ഒരു ബന്ധത്തിൻ്റെ, കുടുംബ ബന്ധങ്ങളിലെ അച്ഛനും മക്കളും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തിൻ്റെ ഊഷ്മളത ഊട്ടി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അത്തരം അന്തരീക്ഷത്തിലേക്ക് ഒരു വയോജനം അല്ലെങ്കിൽ വയോജനങ്ങൾ ആഗ്രഹിക്കുന്നത് തൻ്റെ അന്ത്യയാമങ്ങളിൽ തൻ്റെ ഉറ്റവർ, ഉടയവർ അല്ലെങ്കിൽ മക്കൾ അവർ ചാരത്തുണ്ടാകും, അവരുടെ പരിചരണം എനിക്ക് ലഭിക്കണം, അവരിൽ നിന്ന് ഒരുപക്ഷെ വെള്ളം വാങ്ങേണ്ട അന്ത്യശ്വാസം ഭരിക്കണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും മിക്കവാറും മാതാപിതാക്കൾ. അങ്ങനെ ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ആരാണ്? ഏതൊരു അച്ഛനും അമ്മയും തൻ്റെ അന്ത്യയാമങ്ങളിലേക്ക് കിടക്കുന്ന ഘട്ടങ്ങളിൽ തങ്ങളുടെ മക്കളുടെ സാന്നിധ്യവും അവർ ചാരത്തുണ്ടാകണമെന്നുള്ള ആഗ്രഹവും അവർക്ക് എല്ലായ്പ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഇരിക്കുക. പലപ്പോഴും എത്താൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ പല രൂപത്തിൽ വിഷമകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്നതാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ തെറ്റായ സംസ്കാരം വളർന്നു വരുന്നുണ്ട്. ആ തെറ്റായ സംസ്കാരം നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ജയരാജനൊക്കെ ഒരു സിനിമ നിങ്ങൾ കണ്ടു, കരുണം. ആ കരുണം സിനിമ പ്രധാനമായും മധ്യ തിരുവിതാംകൂറിലെ മോർച്ചറികളിൽ ക്യൂ നിൽക്കുന്ന ശവങ്ങളുടെ ഉള്ളടക്കമാണ് അദ്ദേഹം അവനാശനെ കൊണ്ട് അവതരിപ്പിച്ചത്. അത്ര മനോഹരമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വർത്തമാന കാലഘട്ടത്തിലെ സാമൂഹ്യ ബന്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അവധേയങ്ങൾ ഉറ്റവരെയും ഉടയവരെയും ഇല്ലാതെ ഒരുപക്ഷെ മക്കളാകുന്ന ഒരു ഉന്നതസ്ഥാനീയരായി പോയി കഴിയുമ്പോൾ അവസാന മാതാപിതാക്കൾ കഷ്ടപ്പെടുന്ന രംഗവും വളരെ വികാരനിർഭരമായി നിങ്ങൾ അപ്രവാദികളിലേക്ക് പകർത്തിയ രംഗമായിരുന്നു ആ കരുണം സിനിമയിൽ ഞാൻ സൂചിപ്പിച്ചു. അതിന് നാഷണൽ അവാർഡ് ലഭിക്കുന്നു. അത് വർത്തമാന കാലഘട്ടത്തിലെ സാമൂഹ്യ സാഹചര്യമാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അവരുടെ ആയ കാലഘട്ടത്തിൽ മക്കളെ പഠിപ്പിച്ച് ഉന്നതസ്ഥാനീയരാക്കി വിവിധ തലങ്ങളിൽ ഉന്നതസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലർക്കും പോരാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ സഞ്ചാരമാവുകയാണ്. പ്രത്യേകിച്ചും വിദേശ നാടുകളിൽ പൗരത്വം സ്വീകരിക്കുന്ന നാടുകളുണ്ട്. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടും പോരാൻ പറ്റാത്ത സ്ഥിതി. അത്തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്ന അവസാനം അവരനുഭവിക്കുന്ന മാനസിക വേദനയും വിഷവും എത്ര വലുതാണ്. ഞാൻ എൻ്റെ അനുഭവം പലപ്പോഴും പങ്കുവയ്ക്കാം. ആ അനുഭവം മറ്റൊന്നുമല്ല,
ഏറ്റവും നല്ല സൗഹൃദമുണ്ടായിരുന്ന ഒരു കുടുംബം. അതിൽ അച്ഛനും അമ്മയും 4 ആൺമക്കളുണ്ടായി. ആ 4 ആൺമക്കളെ പഠിക്കുന്ന കാലത്ത് ആ അച്ഛനും അമ്മയും വളരെ താല്പര്യപൂർവ്വം പഠിപ്പിച്ചവരെ വളർത്തി വലുതാക്കി ഉന്നതസ്ഥാനീയരാക്കണം, ഇവരുടെ കൈകൊണ്ട് വെള്ളം വാങ്ങി കുടിച്ചു വേണം എന്റെ അന്ത്യശ്വാസം ഭരിക്കാനെന്ന് അച്ഛൻ എന്നോട് പറയുമായിരുന്നു. ആ ഘട്ടങ്ങളിൽ പഠിച്ചു വളർന്ന് വലുതായി അവർ ജോലി കിട്ടി. 2 പേർ അമേരിക്കയിൽ ജോലിയായി, 2 പേർ മറ്റു വിദേശ നാടുകളിൽ പോയി. അവസാനം അച്ഛൻ ബ്ലഡ് പേഷ്യൻ്റ് ആയപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ കർക്കോസിന് നഴ്സിനെ അപ്പോയിൻ്റ് കൊടുത്തു അച്ഛനെ പരിചരിക്കാൻ. കുറെ കഴിഞ്ഞപ്പോൾ അമ്മയും ബ്ലഡ് പേഷ്യൻ്റായി, 2 പേരും ബ്ലഡ് പേഷ്യൻ്റായി. ആരും പരിചരിക്കാൻ കാണുമ്പോൾ ഈ കർക്കോസിനെ നഴ്സായിട്ട് പരിചരിക്കും. ആ നഴ്സ് പരിചരിച്ചൊരു 4-5 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ യഥാർത്ഥത്തിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അന്ത്യശ്വാസം ധരിച്ചു. മക്കൾക്ക് ആർക്കും വരാൻ കഴിഞ്ഞു. ഞങ്ങൾ ആ ഓടിയെടുത്ത് മോർച്ചറിയിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ 2 മക്കൾ വന്ന് ശവസംസ്കാരം കഴിഞ്ഞ് പള്ളിമുറ്റത്ത് ഞാൻ അവരോട് വിളിച്ചിട്ട് മറ്റു 2 പേര് വരാതിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, അച്ഛനും മക്കളും തമ്മിലുള്ള പവിത്രമായ ബന്ധം കേവലം ഒരു CD ഒതുങ്ങിയാൽ മതിയോ? ഈ കാലം നിങ്ങളെ കൈ വളരുന്നു, കാല് വളരുന്നു, അല്ലെങ്കിൽ തലയിൽ വെച്ചാൽ പേനയിരിക്കുന്നു, താഴ്ന്നു വെച്ചാൽ ഉറുമ്പിരിക്കുന്നു കാഴ്ചപ്പാടിൽ വളർത്തി വലുതാക്കി നിങ്ങളെ ഉന്നതസ്ഥാനീയരാക്കി വിടുന്ന ഒരു രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നോട് പലപ്പോഴും സംസാരിക്കുവാൻ. പക്ഷേ അവരുടെ അന്ത്യയാത്രയിൽ പോലും നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ല. അത് നിങ്ങൾ CD കൊണ്ടുപോയി നിങ്ങളവിടെ വീഡിയോ എടുത്ത് CD കാണിക്കുമെന്ന് പറയുന്ന ബന്ധമേനുള്ളൂ. നിങ്ങൾ നാളുകളിൽ ഈ പ്രായത്തിൽ എത്തുമെന്ന കാര്യം വിസ്മരിക്കുന്നതിനോട് പറയരുത്. എത്ര വലിയ രൂപത്തിൽ വേദനയുള്ളതാക്കുന്ന മറുപടികളാണ്. അതാണ് വർത്തമാന കാലഘട്ടത്തിലെ സാമൂഹ്യ ബന്ധങ്ങളുടെ അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ അപജയങ്ങളെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നിശ്ചയമായും അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം പവിത്രമായി, ഏറ്റവും ഉടയവരും തമ്മിലുള്ള ബന്ധം പവിത്രമായിരിക്കും. മാത്രമല്ല കുടുംബാന്തരീക്ഷങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇളംപ്രായത്തിൽ ശൈശവത്തിന്റെ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ മുതിർന്നവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പരിചരിക്കാനും പരിരക്ഷിക്കാനുള്ള ബോധം അങ്കുരിക്കപ്പെടുന്ന സമീപനങ്ങളായിരിക്കണം അവരുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ അവരുടെ ശൈശവത്തിലായിരുന്നാലും ബാല്യത്തിലായിരുന്നാലും കൗമാരത്തിലായിരുന്നാലും നമ്മൾ ക്രമീകരിച്ചിരിക്കണം. ആ കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് ആ സംസ്കാരം പരിവപ്പെടുന്നത്. സംസ്കാരം എന്ന് പറയുന്ന ഒരു പാചകത്തിൽ ഏതെങ്കിലും പുസ്തകത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്നത് എൻ്റെ എടുപ്പിലും നടപ്പിലും ചിന്തയിലും വസ്ത്രത്തിലും വേഷധാരണത്തിലും ഭക്ഷണരീതിയിലും സമീപനത്തിലും അതോടൊപ്പം തന്നെ മറ്റുള്ള പെരുമാറ്റത്തിലും എല്ലാം സംസ്കാരം അടങ്ങിയിരിക്കും. അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷങ്ങളിൽ അച്ഛനെയും മുതിർന്നവരെയും മുമ്പുകാലങ്ങളിലൊക്കെ ഞാൻ ഓർക്കുന്നു, ഒരു അധ്യാപകൻ ആദ്യം ക്ലാസ്സിൽ പഠിപ്പിച്ച വാചകം മാതാപിതാവ് ഗുരു ദൈവമാണ്. മാതാവും പിതാവും ഭൂമിയിലെ കാണപ്പെട്ട ദൈവമാണ്. അത് കഴിഞ്ഞാൽ ഗുരുക്കന്മാരാണ്. എൻ്റെ ഇന്ന് ആ വർത്തമാന ആ കാലഘട്ടത്തിൽ തന്നെ അപജയം സംഭവിക്കുന്നു. നിശ്ചയമായി അത് കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. അഥവാ സംസ്കാരത്തിലേക്ക് പോകുന്നു, ലഹരി അടക്കമുള്ള രൂപത്തിലേക്ക് പോകാൻ ഇടവരുന്നതും കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് നമുക്ക് സമ്പന്നമായ ഒരു സംസ്കാരം പരിമപ്പെടുത്തുന്ന ശൈശവദശയും ബാല്യവും കൗമാരവും ക്രമീകരിക്കാൻ കഴിയും. അതിന് കുടുംബാന്തരീക്ഷം തന്നെ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ മുതിർന്നവരെ പരിചരിക്കാൻ പരിരക്ഷിക്കാൻ അവർക്കെല്ലാം സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന തങ്ങളുടെ ബാധ്യതയാണെന്ന് ഇളം തലമുറയെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംസ്കാരം നമുക്ക് വരുന്നതാണ്. അതിന് സഹായിക്കുന്നതാണ് ഞാൻ സൂചിപ്പിച്ച വയോജനങ്ങൾ. അതിന് നല്ല രൂപത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ട കാലഘട്ടമാണ്. ഇവിടെ സീനിയർ സിറ്റിസൺസ് ഫോറം എന്നുള്ള ഓർഗനൈസ്ഡാണ്. പക്ഷേ ഇതല്ലാത്ത എത്രയോ മേഖല ഞാൻ അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി നിരവധി വീടുകളിൽ പോകുന്ന സന്ദർഭവുമായി പോകുമ്പോൾ കാണുന്ന ഒരു അനുഭവം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സൂചിപ്പിക്കട്ടെ. ഒരു രോഗിക്ക് യഥാർത്ഥത്തിൽ പണമുണ്ട് കയ്യിൽ, മരുന്ന് വാങ്ങാൻ ആളില്ല, മരുന്ന് വാങ്ങിക്കൊണ്ടുവച്ചിട്ടുണ്ട് എടുത്തു തരാൻ ആളില്ല. ഒരുപക്ഷെ വ്രണം ഉള്ള രോഗിയാണെങ്കിൽ അതിനെ കടിയിൽ കെട്ടേണ്ടി വരും, ഭക്ഷണം എടുത്ത് വാരിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുന്ന രൂപത്തിലേക്കാണ് പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. പാലിയേറ്റീവ് ഇനങ്ങൾ പൊതുജനങ്ങൾ കൊടുക്കുന്ന ഏറ്റവും നിങ്ങളെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളിൽ അഭിനന്ദനം വഹിക്കുന്ന തീരുമാനമാണ്. അത് പൊതുജനങ്ങൾ കൂടി നിങ്ങൾ തുറന്നു കൊടുക്കുന്ന തീരുമാനം. അതാരൂപത്തിലേക്ക് പോകണം എന്ന് വിനയപൂർവ്വം എത്തിക്കുകയാണ്. ഞാൻ പോയി കണ്ടിട്ടുള്ളത് അവിടെ ഇങ്ങനെ കിടക്കുന്ന രോഗികൾക്ക് യഥാർത്ഥത്തിൽ അവർക്ക് മരുന്നിനേക്കാളും ഭക്ഷണത്തെക്കാളും വസ്ത്രത്തെക്കാളും എല്ലാം പ്രാധാന്യം നമ്മൾ ഇടയ്ക്ക് എന്നവരുടെ പരിചരണം ഉറപ്പാക്കി അവരെ ഒന്ന് സ്പർശിക്കുമ്പോൾ, അവരുടെ കരങ്ങളെ ഒന്ന് സ്പർശിക്കുമ്പോൾ ആ സ്പർശനത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു ആർദ്രത എത്ര വലിയ രൂപത്തിൽ രോമാഞ്ചജനകമായ അനുഭൂതി ഉളവാക്കുന്നതാണ്. ഒന്ന് പരിശോധിച്ച് നോക്കൂ. ബ്ലഡ് പേഷ്യൻ്റായി കിടക്കുന്ന ഏതൊരു രോഗിയും മധ്യവയോധികനാണെങ്കിൽ ആ വയോധികന്റെ അരികെ പോയി കുശലമന്വേഷിച്ച് അവർക്ക് മറ്റെന്ത് കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവരുടെ കയ്യിൽ പിടിച്ച് സ്പർശനം നടത്തി അവരുടെ വിഷയങ്ങളൊന്ന് അന്വേഷിക്കുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ മരുന്നിനേക്കാളും ഭക്ഷണത്തെക്കാളും എല്ലാം
നമ്മുടെ ആ സൗഹൃദവും ആ സന്ദർശനവും ആ പരിചരണവും ആ സ്പർശനവും അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ആർദ്രത എത്ര വലുതായിരിക്കും. അതാണ് അന്ത്യയാമങ്ങളിൽ വയോജനങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്തു കൊടുക്കേണ്ട സേവനം. ആ സേവന ബോധത്തിലേക്ക് നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ സെന്ററുകൾ മാറിത്തീരുന്നത് ഏറ്റവും നന്നായിരിക്കും. അതിനോട് നിങ്ങൾ തീരുമാനിച്ചത് ഏറെ അഭിനന്ദനാർഹ കാര്യമാണ്. ഏതായാലും ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൺസ് ഫോർ ഈ നാടിൻ്റെ സാംസ്കാരിക രംഗത്ത് ഏറ്റവും അഭിമാനകരമായ പുരോഗതി ഉറപ്പാക്കിക്കൊണ്ട് തങ്ങളുടേതായ സംഭാവന നൽകി ഈ കൂട്ടായ്മ വളർത്തിയിരുത്തി സ്വന്തമായ ഒരു ആസ്ഥാനം ഉണ്ടാക്കി ആ ആസ്ഥാനത്തിൽ കേന്ദ്രീകരിച്ച് ഭാവി പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യബോധം പകർന്ന് ദിശാബോധം പകർന്ന് മുന്നോട്ട് പോകാൻ ഭാവനയോടെ ധാരണയോടെ നിങ്ങൾ മുന്നോട്ട് വന്ന ഈ നീക്കം അങ്ങേയറ്റം അഭിനന്ദനാർഹമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കാൻ അതിൽ മുതിർന്നവർക്ക് മറ്റെന്തിനേക്കാളും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം, ഏതൊരു വിഷയത്തിലും മുതിർന്നവർ പറയുന്നത് നമ്മൾ ശ്രദ്ധയോടുകൂടി അത് അനുഭവ സമ്പത്താണ്. അനുഭവ സമ്പത്തിനോടും നല്ല ആശ മറ്റൊന്നില്ല. പാഠപുസ്തകങ്ങളിൽ നമ്മൾ എഴുതി വായിച്ചു പഠിക്കുന്നതും ഒരാൾ അനുഭവത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും തമ്മിലെടുത്താൽ ആ അനുഭവങ്ങൾ നമുക്ക് ആശാനായി രൂപാന്തരപ്പെട്ട് നല്ല രൂപത്തിൽ ഭാവി വീക്ഷണങ്ങൾ ക്രമപ്പെടുത്താൻ സഹായിക്കും. എല്ലായ്പ്പോഴും ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരു പൊതുപ്രവർത്തകനാണ്. എല്ലായ്പ്പോഴും നമുക്ക് നമ്മളെക്കാൾ മുതിർന്നവരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. അതെത്ര ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, പണ്ഡിതനാകട്ടെ ബാബരനാകട്ടെ കുബേരനാകട്ടെ കുബേരനാകട്ടെ, ആരായിരുന്നാലും മുതിർന്നവരോട് സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുക എന്നത് പൊതു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ഈ സമൂഹം ആ രൂപത്തിൽ ഉയർത്തിപ്പിടിക്കാൻ വരാം. ആ നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതിന് ഏറ്റവും സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൺസ് ഫോറം അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഈ ഓഫീസിൽ കേന്ദ്രീകരിച്ച് വിപുലവും വിശാലവുമായ അന്തരീക്ഷത്തിൽ വരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വപ്ന സൗധത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ മന്ദിരത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയനായ പ്രമുഖ വാസവനോട് പ്രിയപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ കെ രാധാകൃഷ്ണൻ നായർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ലീലാവതി ജോർജ് പടുകര, നേതാവ് ശ്രീ എസ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീ ഷാഫി, ആസൂത്രണ സമിതി അധ്യക്ഷൻ ശ്രീ സിബി ചെറിയ, ശ്രീ ഉഷ സുരേഷ്, ഡോക്ടർ ജോസ് ചന്ദ്രൻ, ശ്രീ രാധാകൃഷ്ണൻ നായർ, ശ്രീ പി സരസ്വതി അമ്മ, സ്വാഗതം ആശംസിച്ച ശ്രീ എം അബ്ദുൽ റഹീം, ഈ സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട മുതിർന്ന ജ്യേഷ്ഠ സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ, ഏറ്റുമാനൂർ സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സംഘടനയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം ഇവിടെ നിർമ്മിച്ച് പൂർത്തിയാക്കി അതിന് ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിൽ നമുക്കെല്ലാം വളരെ സന്തോഷവും പ്രതീക്ഷയുമുണ്ട്. നമ്മൾ വളരെ വലിയ ഒരു ദുഃഖത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, കാശ്മീരിലുണ്ടായ വലിയൊരു ദുരന്തം, അതിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാം വലിയ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. നമ്മുടെ ഹൃദയം ആ കുടുംബങ്ങളിലേക്ക് പോവുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയും സന്തോഷമുണ്ട്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മുതിർന്ന അംഗങ്ങൾ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മൾ നിത്യേനോണം മാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തു. വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളം എടുക്കാൻ. കേരളം മാത്രമല്ല, രാജ്യത്ത് എവിടെ ചെന്നാലും ഈ പ്രശ്നമുണ്ട്. പക്ഷെ കേരളത്തിൽ നമ്മുടെ ഒരു കുടുംബ വ്യവസ്ഥിതി ഇങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഒരു കൂട്ടുകുടുംബ സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്ത് തന്നെ അതായിരുന്ന വ്യവസ്ഥിതി. ഇന്നിപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അത് നമ്മളുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ കുടുംബങ്ങളിലുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാക്കി. ഒരുപക്ഷെ വളരെ കർമ്മനിരതരായി നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം കുറച്ച് കഴിയും അവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യമായി ഒറ്റപ്പെടുന്നു എന്നുള്ള ആശങ്ക ഉണ്ടാകുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ ഒരു ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും അതുണ്ടാകുന്ന മാനസിക ആഘാതം വളരെ വലുതായി. ലോകമെമ്പാടും പ്രകൃതിച്ച ഒരു സംവിധാനമാണ് നമ്മുടെ കുടുംബശ്രീ. ഞാൻ ഓർക്കുന്നു,
നമ്മുടെ പ്രസിദ്ധ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ അരുൺ ഷൂരി, അദ്ദേഹം വേൾഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് അവിടെ വെച്ചാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ സെറിബ്രൽ പാൾസി പ്രശ്നത്തോടു കൂടിയാണ് കുട്ടി ഉണ്ടാകുന്നത്. എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവിടുത്തെ അമേരിക്കയിലെ വളരെ സീനിയർ ഡോക്ടർമാരോട് ആലോചിച്ചു അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങും. ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഏതെങ്കിലും ഒരു അവരെ നോക്കുന്ന ഒരു കേന്ദ്രത്തിലാക്കുക എന്നുള്ളതിനപ്പുറം കുടുംബാന്തരീക്ഷത്തിൽ അവർ വളരാനുള്ള സാഹചര്യം ഉണ്ടാകാറില്ല. ആ ഡോക്ടർ പറഞ്ഞു, അദ്ദേഹം ഉപദേശം ചോദിച്ചപ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞു, യു ഹാവ് എ വെരി ക്ലോസ് ഇൻ ഫാമിലി സെറ്റപ്പ് ഇൻ ഇന്ത്യ, സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ടേക്ക് ദിസ് ചൈൽഡ് സോ ദാറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ് വിൽ ലുക്ക് ആഫ്റ്റർ ഹിം. നിങ്ങൾക്ക് തിരക്കായിരിക്കും, അപ്പോൾ നമ്മളുടെ അച്ഛനമാരും മുത്തച്ഛനും മുത്തശ്ശി അല്ലെങ്കിൽ അങ്ങനെയുള്ള മുതിർന്ന അംഗങ്ങളുള്ള കുടുംബങ്ങളിൽ അങ്ങനെയുള്ളവരെയൊക്കെ വളരെ കാര്യത്തോടുകൂടി കാര്യമായി സ്നേഹപൂർവ്വം നോക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ രാജ്യത്തുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മടങ്ങുകയായിരിക്കും നല്ലതെന്ന് ഉദ്ദേശിച്ചതായ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്രയോ ശരിയായിരുന്നു ആ ഒരു കാലഘട്ടം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ആരെയും തെറ്റ് പറഞ്ഞൊരു കാര്യമില്ല. ഇന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. എല്ലാവർക്കും നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, വിദേശത്ത് പോകുന്നു. സ്വാഭാവികമായി ആ പറയുന്ന പഴയ കാലത്തേത് പോലുള്ള ഒരു സംവിധാനം നമുക്ക് തുടർന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം തുടങ്ങുന്നു. പക്ഷെ എങ്കിലും ബഹുമാനോട് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഇന്നത്തെ പുതിയ തലമുറയിൽ ഈ കാര്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഉണ്ടാകാൻ പാടില്ല, മാറ്റങ്ങൾ ഉണ്ടാകണം തീർച്ചയായിട്ടും. എങ്കിലും മുതിർന്ന ആളുകൾക്ക്, സീനിയർ സിറ്റിസൺസിന് ഇതുപോലെ ഒരുമിച്ച് കൂടാൻ സമയം ചെലവഴിക്കാനും എല്ലാം ഉള്ള നല്ല ഒരു സംവിധാനം അത് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചതിന് പ്രത്യേകമായി സംഘടനയുടെ നേതാക്കളെ സഹകരിച്ച് എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. സീനിയർ സിറ്റിസൺസ് ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ ശ്രീ രാജീവിന്റെ നേതൃത്വം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയവും അതുപോലെ തന്നെ അറിവുമുള്ളവരാണ്. പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്കൊക്കെ വലിയ ഉപകാരമാണ് നിങ്ങളുടെ ആ അറിവും ആ പരിചയവും ഒക്കെ ആ എക്സ്പീരിയൻസും ഒക്കെ നമ്മുടെ നാട്ടിലെ വിവിധ ആവശ്യങ്ങൾക്ക്, വിവിധ വികസന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളുടെ ഉപദേശരൂപേണ വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമാണ്. ഇവിടെ എന്നോട് ശ്രീ രാജീവ് എല്ലാ റെയിൽവേ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് നിവേദനം തന്നത്. നമ്മുടെ ഏറ്റുമാനൂർ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ ആത്മനിർഭർ സ്റ്റേഷനായി ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. വഞ്ചിനാടും അതുപോലെ മലബാർ എക്സ്പ്രസും ഇവിടെ നിർത്തണമെന്നുള്ള ആവശ്യം ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്കും കൊടുത്തിരുന്നു. നിവേദനം കൊടുത്ത് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ രാവിലെ തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ നിവേദനത്തിന്റെ ഐലൻഡ് എക്സ്പ്രസ് കൂടി അവിടെ നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. 16-ാം തീയതി റെയിൽവേ സംബന്ധിച്ചുള്ള സംസ്ഥാന തലത്തിലുള്ള യോഗം തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ആ യോഗത്തിൽ സമഗ്രമായി നമ്മുടെ കോട്ടയം പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെയിൽവേയുടെ എല്ലാ വികസന ആവശ്യങ്ങളും നേരത്തെ തന്നെ ചെന്നൈയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ പരിശോധിച്ച് കൃത്യമായി മറുപടി തരാനായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റുമാനൂരിൽ ഈ പറയുന്ന സ്റ്റോപ്പുകൾ അനുവദിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തുന്നതാണ്. സ്റ്റോപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം മന്ത്രി തന്നെയും മന്ത്രി ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത്, ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റങ്ങൾ വരുന്നതായിട്ടുണ്ട്. സാങ്കേതികമായ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ബസ് സ്റ്റോപ്പ് അനുവദിക്കുന്ന പോലെ നമുക്ക് റെയിൽവേ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ നമുക്ക് ഏർപ്പെടുത്താനായിട്ട് കഴിയില്ല. പക്ഷെ എങ്കിലും റെയിൽവേ സ്റ്റേഷൻ തമ്മിൽ പിന്നെ വണ്ടിയില്ലാതെ നിർത്താതെ ആളുകളെ കയറ്റാതെ പോകുന്നതിൻ്റെ ഒരു അതിന് യാതൊരു അർത്ഥവുമില്ലല്ലോ. അപ്പം അത് നമ്മൾ പാർലമെന്റിൽ പറയുകയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ കാര്യങ്ങൾക്കെല്ലാം. റെയിൽവേ സംബന്ധമല്ല, ഓരോ മേഖലയും വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. നിങ്ങളുടെ പരിചയവും നിങ്ങളുടെ അറിവും നമ്മുടെ നാടിൻ്റെ ജനങ്ങളുടെ എല്ലാ വികസന ആവശ്യങ്ങൾക്കും വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത്. അതിന് സന്നദ്ധരാണ് നിങ്ങളെല്ലാവരും അറിയാം. അപ്പോൾ അതിന് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഈ മന്ദിരത്തിൻ്റെ ഓഫീസ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഇതിലെല്ലാം അനുമതിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സന്നിഹിതനായിരിക്കുന്ന പ്രവർത്തനയ്ക്ക് മറ്റ് വിശിഷ്ട അതിഥികൾ, ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ചിടത്തോളം
ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ദിനമായിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ശാഖകളായിട്ട് പ്രവർത്തിക്കുന്ന ഫെഡറേഷൻ ഓഫ് സീനിയർ സിറ്റിസൻസിന്റെ ഒരു ശാഖയാണ് എത്തുന്നത്. നേരത്തെ തന്നെ ഇവർക്ക് ആസ്ഥാനം ഇല്ലായിരുന്നുണ്ടെങ്കിൽ തന്നെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ അരൻ നരസിംഹന്റെ ആസ്ഥാനമായ ഉദ്ഘാടന ഓഡിറ്റോറിയത്തിന്റെ ഒത്തുകൂടുകയും മീറ്റിംഗുകൾ നടത്തുകയും അല്ലാതെ മിക്കവാറും ദിവസങ്ങൾ അവിടെ എല്ലാവരും കൂടി അവരുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കുക. സംസ്ഥാന തലത്തിൽ ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനായിട്ട് നമ്മുടെ 6-7 വർഷമായിട്ട് പ്രവർത്തനം ആരംഭിച്ച. എന്നാൽ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ചെങ്ങന്നൂരിൽ തന്നെ സ്ഥലം വാങ്ങി ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കി അപ്രൂവൽ എടുത്തിരിക്കുന്നു. കാരണം സ്ഥലമാണ് മുതിർന്ന പൗരന്മാരെ പല ഫീൽഡിൽ പ്രവർത്തിച്ച് വലിയ സമയത്തുള്ളവരാണ്. അവരുടെ ജീവിതം മുഴുവൻ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒക്കെ ചെലവഴിച്ചവരാണ്. അവര് അതിൽ നിന്ന് ചുരുക്കുട്ടിയ പണം ഇന്ന് അവരുടെ കൈവശമുണ്ടെങ്കിലും അതെടുത്ത് വിനിയോഗിക്കാൻ പല കടമകളും കിടന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ തന്നെ കുടുംബാംഗങ്ങളുടെ അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ പലർക്കെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് 1 കോടി രൂപ സംരംഭം അടയ്ക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടായില്ല. എങ്കിലും ഞങ്ങൾ ഇത് ആരംഭിക്കുന്നുണ്ട്. അത് സമീപഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ബഹുമാന്യനായ മന്ത്രി സൂചിപ്പിച്ചത് സർക്കാർ തലത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില പ്രോജക്റ്റുകളെ പറയുന്നുണ്ട്. ഏത് പ്രോജക്റ്റ് ഉണ്ടായാലും അത് എങ്ങനെ നിർവഹിക്കുന്നു അനുസരിച്ചിരിക്കും അതിനെ വിജയം. നിലവിലെ മുതിർന്ന പൗരന്മാർക്കും അപകടത്തായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടി 2007 കേന്ദ്ര ഗവൺമെന്റ് നിയമം പാസ്സാക്കി 2009 കേരള ഗവൺമെന്റ് അത് അംഗീകരിച്ച് റൂൾസ് ഉണ്ടാക്കി. അതിൽ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുതിർന്ന പൗരന്മാരുടെ സമീപത്തിൽ പറയുന്നുണ്ട്. അവരുടെ മക്കൾ എന്ത് ചെയ്യണം, കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യണം, പൊതുജനങ്ങൾ എന്ത് ചെയ്യണം, പോലീസ് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യണം, അതിനായ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ അവർക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് 60 ദിവസത്തിനകം തീരുമാനമെടുക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് നോക്കുന്നതിന് വേണ്ടി ഒരു ട്രൈബ്യൂണലായിട്ട് കേരളത്തിൽ നമ്മൾ ആഭിയോഗമില്ല. പക്ഷേ ഇന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, ഓരോ RTO ഓഫീസിലും വർഷങ്ങളായിട്ട് തീരുമാനം എടുക്കാതെ കിടക്കുന്ന പരാതികൾ. അതിനകത്തൊരു കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തിരിക്കാൻ 60 days. ആ 60 days കഴിഞ്ഞ് അതിന് അപ്പീലില്ല. ഒരു റിവിഷൻ കളക്ടർമാർക്ക് ചെയ്യാം. അതിന് 90 ദിവസത്തിനകം തീരുമാനിക്കും. അങ്ങനെയുള്ളതായ ഇവരുടെ ഗ്രീവൻസ് പരിഹരിക്കാനുള്ളതായ ഒരു നിയമം ഉണ്ടായിരിക്കെ ഇന്ന് 6, 7, 8 വർഷം അത് ലഭിക്കുന്നുണ്ട്. ചെറുപ്പകാലം ഉദ്ദേശിക്കുന്ന നമ്മൾ 60 വയസ്സിന് മേലുണ്ടാകും. അത് വർഷങ്ങളോ ഈ മാസം തോറും നമ്മൾ ഒത്തുകൂടലിന് വേണ്ടി മീറ്റിംഗ് കൂടാറുണ്ട്. യൂണിറ്റുകാരുണ്ട്. പ്രത്യേകിച്ച് ഈ യൂണിറ്റുകാർ ഒരുപാട് സംഘടന തോന്നലാണ് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വിദേശ രാജ്യങ്ങളിൽ പോലും ധാരാളം തോന്നും. അപ്പം പലർക്കും തോന്നും ഈ 60 വയസ്സ് ഇങ്ങനെ ടൂറിൽ പോയി എന്താ ആസ്വദിക്കാൻ. അങ്ങനെ പോയിട്ടുണ്ട്. ചങ്ങനാശ്ശേരിക്കാരോടൊക്കെ കേരളത്തിൽ ഇന്ത്യക്ക് വേണ്ടി സിംഗപ്പൂരും മലയായിട്ട് ദുബായിക്ക് പോയിട്ടുണ്ട്. ഇതൊരു സന്തോഷമാണല്ലോ നമ്മുടെ ആളുകൾ. വീട്ടിൽ ഒരു മാർക്കറ്റ് സങ്കടമല്ല, അവർക്ക് സന്തോഷമാണ്. അത് എൻജോയ് ചെയ്യാം. മാനസികമായിട്ട് ഉള്ള അവരുടെ ടെൻഷനെ റിലീസ് ചെയ്തുകൊണ്ട് ഒരു സന്തോഷം കൊടുക്കുന്നതിന് ഉപകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാസത്തോളം കൂടുന്ന മീറ്റിങ്ങുകൾ പരിചയക്കാരുണ്ടാകും, അപരിചിതരുണ്ടാകും, തമ്മിൽ കാണുക, അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരസ്പരം കൈമാറുക. അതിൽ നിന്ന് അവർക്ക് ഒരു ആശ്വാസം കിട്ടുക. നമ്മുടെ ലക്ഷ്യം
പണം കൊടുത്ത് സഹായിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മുടെ ഇല്ല. പണം കൊടുത്ത് സഹായിക്കല്ല, ഇവരുടെ വൈകാരികമായ ടെൻഷൻസ് റിലീസ് ചെയ്യുന്നതിനും പരസ്പര സൗഹൃദം വീണ്ടും ദുഃഖിതരായ പയ്യനെ ഒത്തുകൂടുകയും അവരുടെ സൗഹൃദം പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്യുകയാണ് അതിൻ്റെ ലക്ഷ്യം. അതിന് നമ്മൾ വിജയിക്കുന്നുണ്ട്. വളരെ കൂടുതൽ നല്ല നിലയിൽ നടക്കുന്ന യൂണിറ്റ് നമ്മുടെ ഇതിനോടൊപ്പം തന്നെ എല്ലാ മാസവും വിദഗ്ധ പരിശോധന, ഡോക്ടർമാരെ കൊണ്ട് വിദഗ്ധ പരിശോധന നടത്തുന്ന ഒരു യൂണിറ്റാണ് കല്ലിപ്പാറയിലുള്ള. എല്ലാ മാസവും അവിടുത്തെ ലീഡ്സ് ചർച്ച ഹോസ്പിറ്റലിൻ്റെ യൂണിറ്റിൽ അവിടുത്തെ പരിശോധന നമ്മളെ മാത്രമല്ല അവിടെ പിള്ളേരെ കൂടെ ഉൾപ്പെടെ പരിശോധന. അങ്ങനെ ഓരോ യൂണിറ്റിലും അവരുടേതായ പ്രത്യേകത ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നാലും നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കുന്നതിന് അവസരമൊന്നുമില്ല. ഇതിപ്പം ഇതുമാതിരി രമേശന്മാരുടെ സന്മനസ് കൊണ്ട് അവർ പ്രവർത്തിച്ചു വന്നാൽ അതാണ് ഇപ്പോൾ ഇത് വന്നതോടുകൂടി അവർക്ക് വന്നത്. അതുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിലേക്ക് പരിശ്രമിച്ച അംഗങ്ങളെയും അതിന് നേതൃത്വം കൊടുത്ത ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്. ഇത് നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ള യൂണിറ്റുകൾക്ക് ഒരു ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനും സംസ്ഥാന ആസ്ഥാന മന്ദിരം പൂർത്തീകരിക്കാനുള്ള സൗകര്യം ഉണ്ടാകേണ്ടത് എന്ന് മാത്രം ഞാൻ ഈ യോഗത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് കാട്ടുകൊടുക്കുന്നതിന് നന്ദി, നമസ്കാരം. ഉദ്ഘാടനം നിർമ്മിച്ച എൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ, ഓഫീസ് സമുച്ചയ ഉദ്ഘാടനം നിർമ്മിച്ച അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വേണ്ടി, സ്വാഗതം പറഞ്ഞ ശ്രീ അബ്ദുൾ റെഡ്ഡി, ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ വി വി സോമൻ, മറ്റ് കൗൺസിലർമാരുടെ ശ്രീ കെ രാധാകൃഷ്ണൻ നായർ, സ്റ്റേറ്റ് പ്രസിഡന്റ്, നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ കൗൺസിലറായ സിബി ചെറിയ, ഉഷ സുരേഷ്, ജോസ് ചന്ദ്ര, അൽഫിദാസ് നായർ, സരസ്വതി അമ്മ, പ്രിയപ്പെട്ട നമ്മുടെ സീനിയർ സിറ്റിസൺ ഭാരവാഹികളെ, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സീനിയർ സിറ്റിസണിന് ഒരു സ്വപ്ന സൗധം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒത്തിരി വ്യാപക കഷ്ടപ്പാടുകൾ സഹിച്ച പ്രമുഖ വ്യക്തികളാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. കാരണം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തകർ തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലുള്ള സീനിയർ സിറ്റിസണിൻ്റെ ഭാരവാഹികളായിട്ടുള്ളത്. നമുക്ക് പല പരിപാടികളിലും ചെല്ലുമ്പോൾ നമ്മുടെ ഈ പ്രായം ചെന്നവർ നമ്മൾ തിരുവാതിര കളിയിലുണ്ട്, അതുപോലെ തന്നെ മാർക്കിടുന്ന പരിപാടികളുണ്ട്, തന്നെ മറ്റ് പല അഭിപ്രായങ്ങൾ പറയുന്ന വേദികളിൽ അവരുടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ് നമ്മുടെ അഭിലാഷൻ നായർ സാർ. കാരണം നമ്മുടെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ കോവിഡ് കാലത്തൊക്കെ നമുക്ക് ഭക്ഷണങ്ങൾ ഒരു ഹോട്ടൽ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഭക്ഷണങ്ങൾ എല്ലാ വീടുകളിലുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സൗകര്യം ചെയ്തു തന്നത് നമ്മുടെ അഭിലാഷമായ സാറാണ്. കാരണം അന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അവരുടെ പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ഒത്തിരി രാജ്യവിദ്യാർത്ഥി, അതുപോലെ തന്നെ നമ്മുടെ ദേശീയത്തിൽ, അതുപോലെ കലാകാരന്മാരും എല്ലാം ജാതി മത ഭേദമന്യേ പ്രവർത്തിച്ച് വരുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഒരു കാര്യം എങ്ങനെ നടത്തണം എന്നുള്ളതിൻ്റെ എല്ലാ വിധത്തിലുള്ള അറിവുകളും കഴിവുകളുമുള്ള മഹത് വ്യക്തികളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരും. കുറച്ച് പേരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നിക്കും. കാരണം അത്രയ്ക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇടപെടലും പ്രവർത്തനവുമായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർ, ഈ സംഘാടകർ ഇപ്പം നമുക്ക് 7 സെന്റ് സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിച്ച് നമുക്ക് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ വളരെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പണികൾ പൂർത്തീകരിക്കാനും അതിൻ്റെ പ്രവർത്തനത്തിനുമൊക്കെ മുന്നിട്ടിറങ്ങുന്ന ആളാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇത്രയും ഒരു പരിപാടി നടത്തുന്നതിന് നമുക്കിപ്പോൾ ഓണാഘോഷ പരിപാടിയോ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷ പരിപാടിയോ എന്ത് പരിപാടികൾ നടത്തുന്നത് ഇത്രയും വലിയൊരു കോള് ഉള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ടൗണിൽ നിന്ന് ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക്
വണ്ടിയിരുന്ന് വരണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എങ്കിലും ഒരു ഒഴിഞ്ഞ ഭാഗത്ത് വളരെ നല്ല വിശാലമായ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. അപ്പം അതുപോലെ തന്നെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പം എല്ലാ തരത്തിലും ഇന്ന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആളുകളാണ് ഇതിൻ്റെ സംഘാടകർ. അപ്പം എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം ഒരു വെറി ശൂന്യത മാത്രമാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനം മുന്നോട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൽ സംസാരിച്ച ബഹുമാന്യ നമ്മുടെ സംഘടനയുടെ തന്നെ രക്ഷാധികാരി അധ്യക്ഷൻ പ്രിയപ്പെട്ട ഡോക്ടർ സോമൻ സാറ്, ഈ മന്ദിരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് വേദിവിട്ട പ്രിയപ്പെട്ട പ്രമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ പി എ ഭാസ്കരൻ അവர்கள், ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഏറ്റുമാനൂർ പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ഡബ്ല്യു ജോർജ് പടികര, എൻ്റെ സഹ കൗൺസിലർമാരായിട്ടുള്ള ശ്രീ സിബി ചിറയിൽ, ശ്രീമതി സുരേഷ് ഉൾപ്പെടെയുള്ള പ്രിൻസിപ്പൽ കൗൺസിലർമാരെ, സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ കെ രാധാകൃഷ്ണൻ നായർ സാറ്, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, ഇവിടെ എല്ലാവരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു സന്തോഷത്തിൻ്റെ ദിനത്തിൻ്റെ ആദ്യ ഭാഗത്താണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് നല്ല പ്രസരിപ്പും ചിരിയുമെല്ലാം ഇന്നത്തെ ദിവസവും. ഞാൻ ലഡു കൊണ്ടുവന്നപ്പോൾ പറഞ്ഞായിരുന്നു എല്ലാവരും ലഡു കൊടുക്കേണ്ടതില്ല, പക്ഷെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ലഡു വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിമിഷം നമ്മുടെ ഉള്ളിലുള്ള ഷുഗറിനെ സംബന്ധിച്ച് നമ്മളങ്ങ് വിസ്മരിച്ചു. അതാണ് കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അസുഖം കുറഞ്ഞു. ഡോക്ടറെ കണ്ട് രോഗവിവരങ്ങൾ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ നമുക്ക് ആശ്വാസം ഉണ്ടാകുക. എന്നതുപോലെയാണ് പരസ്പര സഹകരണവും ബന്ധവും ഊഷ്മളമായിട്ടുള്ള ആ ഹൃദയബന്ധങ്ങളുടെ കരുത്തും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായും ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ വളരെ മാതൃകാപരമായി മറ്റ് സംഘടനകൾക്കെല്ലാം മാതൃകയാവുന്ന തരത്തിലാണ് സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ 7 സെന്റ് സ്ഥലം സ്വന്തമായി മറ്റാരെയും ആശ്രയിക്കാതെ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ കൈവശമുള്ള പണം ഉപയോഗപ്പെടുത്തി ആ സ്ഥലം വാങ്ങി ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ച് നമുക്ക് അഭിമാനത്തോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ചെല്ലുന്നത് പോലെ നമ്മുടെ ഭവനം എന്ന് പറഞ്ഞ് ഇവിടെ വരാൻ കഴിയുന്ന ഒരു സൗകര്യം രൂപപ്പെടുത്തിയതിന് സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷനെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം ഇവിടെ എല്ലാവരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു 60 വയസ്സ് കഴിയുമ്പോഴാണ് സീനിയർ സിറ്റിസന്റെ പരിഗണനയിലേക്ക് വരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ ആയുർദൈർഘ്യം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ 60 വയസ്സ് കഴിയുമ്പോൾ കൂടുതൽ കരുത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നു എന്ന പ്രത്യേകത നമ്മുടെ മുമ്പിലുണ്ട്. രാധാകൃഷ്ണൻ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ അത് റിട്ടയർഡ് ഹാൻഡാവട്ടെ അല്ലാത്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവരാവട്ടെ, അവർക്കെല്ലാം വലിയ അനുഭവമുള്ള ആളുകളാണ്. ആ അനുഭവത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറവ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിൽ ഡോക്ടർമാരുണ്ടാവാം, എഞ്ചിനീയർമാരുണ്ടാവാം, വിദഗ്ധരായിട്ടുള്ള മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ അവരുടെ ഒന്നും സേവനം 56 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേന്ദ്ര സർവീസിലാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറവായി നമ്മുടെ മുമ്പിലുള്ളത്. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ പോലുള്ള സംഘടനകളുടെ ഒരു പ്രവർത്തന ഫലമായി അത് നമ്മുടെ സമൂഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി കൂടെ നിങ്ങൾ അവലംബിക്കണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഏറ്റുമാനൂർ നഗരസഭയുടെ ഭാഗമായി ജീവിക്കുന്ന ആളുകളാണ്. ഏറ്റുമാനൂർ നഗരസഭ അതിവേഗം വികസനത്തിന്റെ പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു നഗര കേന്ദ്രമാണ്. ആ നഗര കേന്ദ്രം എന്ന നിലയിൽ അതിന്റെ ഭാവനാപൂർണമായിട്ടുള്ള അതിന്റെ ചിട്ടപ്പെടുത്തലിന്, അതിന്റെ മുന്നോട്ട് പോക്കിന് തീർച്ചയായും
വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഭവ സമ്പത്തിന്റെ കരുത്ത് നമുക്ക് എല്ലാ കാലത്തും ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും കേരളത്തിലെ തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു നഗരസഭയായി ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് മാറുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവേണ്ട കാര്യമില്ല. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വരും കാലങ്ങളിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമുള്ളവരുണ്ടാവാം, വിവിധ ജാതിയിലും മതത്തിലും പെട്ടിട്ടുള്ള ആളുകളുണ്ടാവാം. ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ ഞാൻ പ്രായമായി എന്ന തോന്നൽ ഉളവാക്കാൻ കഴിയാത്ത തരത്തിലുള്ള കൂടിച്ചേരലിന്റെ പ്രത്യേകതയാണ് ഈ സംഘടനയ്ക്കുള്ളത്. അത് തുടർന്നും ഉണ്ടാവാനുള്ള സാഹചര്യം ഈ പുതിയ മന്ദിരത്തിൽ രൂപപ്പെടട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും മിക്കവാറും ദിവസങ്ങളിലും ആഴ്ചകളിലും എല്ലാം ഇവിടെ വന്ന് സമ്മേളിക്കാനുള്ള സൗകര്യം കൂടെ ഇതിനുണ്ടാവണം. കാരണം എല്ലാവർക്കും ഒട്ടേറെ ഉത്തരവാദിത്വങ്ങളുള്ള ആളുകളാണ്. സ്വാഭാവികമായും ഇത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് എല്ലാവരുടെയും ഒരു ഭംഗിയായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായി അത് പൂർത്തീകരിക്കണം. അങ്ങനെ നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനം ഞങ്ങൾ എല്ലാവരും പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഓരോരുത്തരെയും നോക്കി കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. അതിലൊരു റോൾ മോഡലായി എനിക്ക് തോന്നുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. പൊതുപ്രവർത്തനമൊക്കെ ആരംഭിക്കുന്ന സമയത്തും വിദ്യാർത്ഥിയായിരുന്ന സമയത്തും അരവിന്ദാക്ഷൻ നായർ സാറ് ഇന്നുള്ളതുപോലെയാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അതിന്റെ ആയുർദൈർഘ്യം എത്രയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും റോൾ മോഡലാക്കിക്കൊണ്ട് ഈ പ്രവർത്തനത്തിൽ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് കരുത്തു പകരാനും കൂടെ ഈ സൗധം ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സംസാരിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത പൊതുസമിതി ഉണ്ടാകുന്നത് ആശംസാ പ്രസംഗം ആശംസിച്ച കെ രാധാകൃഷ്ണൻ നായർ, ലവറി ജോർജ് പടികര, എസ് ബിജു, സുരേഷ്, വേദിയിലും സാധ്യതയുമുള്ള പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ ഓർക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് ഇതിൻ്റെ തറക്കല്ലടി ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാനന്ന് ഈ ഭവനങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഒരു വർഷം കൊണ്ട് തീർക്കണമെന്നുള്ള ആഗ്രഹം. സ്വാഭാവികമായും നമ്മൾ കണ്ടുവരുന്ന ഇത്തരം സംഘടനകൾ ഒരു ഓഫീസ് കണ്ടിട്ടു അതിഥിയായി ഞങ്ങളുടെ ഇന്നൊരു വലിയ ഉറപ്പൊക്കെ ആയി ഇങ്ങനെ കിടന്ന് പോകും. അതായിരുന്നു പോയി. പക്ഷേ വളരെ സന്തോഷകരമായി പറയണേ, നമുക്ക് ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ അതിമനോഹരമായ ഒരു മന്ദിരം ഇവിടെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. തന്നെയല്ല, 1,00,00,000 കോടി രൂപയ്ക്ക് മേൽ, ഒരു വർഷം കൊണ്ട് 1,00,00,000 കോടി രൂപയ്ക്ക് മേൽ സമാഹരിച്ച് ഇത്തരത്തിലൊരു സ്ഥാപനം ഉയർത്തിയ മറ്റൊരു പ്രസ്ഥാനം ഏറ്റുമാറ്റമുണ്ട് എന്നെനിക്ക് ഞാൻ കരുതുന്നില്ല. തീർച്ചയായും നമുക്ക് അഭിമാനകരമാണ്. ഞങ്ങൾക്ക് പ്രത്യേകിച്ചും 4ാം വാർഡിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ അവസ്ഥയാണ്. ഈ സമൂഹത്തിലെ നല്ല നിലയിൽ ജീവിക്കുന്ന നല്ല ശ്രേണിയിലുള്ള ആളുകളൊക്കെ ഒത്തുചേരുന്ന ഒരു സംരംഭം ഈ പ്രദേശത്തെ എത്തിക്കാൻ എൻ്റെ പാരമ്പര്യം തയ്യാറായതിൽ ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. തീർച്ചയായും വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. നമുക്ക് മുൻപ് പ്രാസംഗികരൊക്കെ പറഞ്ഞു, ഇപ്പോൾ വയോജനങ്ങൾ തീർച്ചയായും പേരമക്കളെയൊക്കെ കൊച്ചുമക്കളെ കളിപ്പിച്ച് സന്തോഷപൂർവ്വം ഇരിക്കേണ്ട പല കുടുംബങ്ങളിൽ മാതാപിതാക്കൾ അനാഥര് ആയിത്തീരുന്ന ഒരവസ്ഥ. കൊച്ചുമക്കൾ ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും പോലും ഒന്ന് അനുഭവം ചെയ്ത് സംസാരിക്കാൻ മനസ്സ് കാണിക്കാത്ത കൊച്ചുമക്കളൊക്കെ ഉള്ള ധാരാളം മാതാപിതാക്കൾ നമുക്ക് കണ്ടെത്തുകയാണ്. അപ്പം അത്തരം ആളുകൾക്ക് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലിൻ്റെ വേദനയാണ്. ആ വേദനയിൽ നിന്നും ഒരു മുക്തി നേടാൻ നമ്മളുടെ സമപ്രായക്കാരായ നമ്മളുടെ സമാന ചിന്താഗതിയുള്ള ആളുകളുമായി ചേർന്ന് വളരെ ശാന്തമായ ഒരു പ്രദേശമാണ് ഇത്. ഈ പ്രദേശത്ത് വൈകുന്നേരം പടിഞ്ഞാറ് നല്ല കാര്യങ്ങളുണ്ട്. നല്ല സുഖമായി ഒന്ന് മുക്തി ചേരാനും പരസ്പരം തങ്ങളുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനും പറ്റുന്ന തരത്തിൽ മനോഹരമായ ഒരു മന്ദിരം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഞാൻ ഇന്നപ്പോൾ പ്രസിഡന്റിനോട് പറഞ്ഞ ആ സൈഡിലെ സ്ഥലമോടെ വാങ്ങിക്കണം നമുക്ക് വല്ലവരും വന്നു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പാർട്ടിക്കാൻ സൗകര്യമുണ്ട്. തന്നെയല്ല ഇച്ചിരി കട്ടിലൊക്കെ കളിക്കണമെങ്കിൽ ഒന്ന് കഴിക്കാനും പ്രായം ചെന്നവർക്ക് പയ്യെ തട്ടാവുന്നവരും കളികളൊക്കെ നടക്കാനൊക്കെ ആയിട്ട് അതൊന്ന് വാങ്ങിച്ചിരുന്നത് അതിനൊക്കെ ആഗ്രഹമുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. തീർച്ചയായും നമുക്ക് അടുത്ത വർഷം ആ സ്ഥലമൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു നല്ല കളിക്കളത്തിൻ്റെ ഒക്കെ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തണം.
ഞാനും ഏറെ താമസിക്കാതെ തന്നെ സീനിയർ സിറ്റിസൺ ആകുകയാണ്. നമ്മുടെ അടുത്തോണ്ടിരിക്കുകയാണ്. വലിയ താമസിച്ചില്ല. ഞാനിപ്പോൾ എൻ്റെ റിട്ടയർമെൻറ്റിനെ പറ്റി വളരെ ശക്തമായി ആലോചിക്കുന്നതാണ്. ഈ പെൻഷൻ ആയേക്കാം, ഇതൊക്കെ അവസാനിപ്പിച്ച് കളയാമെന്നൊരു ആഗ്രഹമുണ്ട്. 32 വർഷക്കാലമായി ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കാൻ സാധിച്ച ഒരു ജനപ്രതിനിധിയാണ്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധ നല്ല സംരംഭങ്ങൾക്കും എൻ്റെ സർവ്വവിധ പിന്തുണ അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ എന്നെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിലാക്കി നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. നന്ദി. PN വാസവൻ സാർ, ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ സ്നേഹം നിറഞ്ഞ MP ഫ്രാൻസിസ് ജോർജ് അവർ, ഏറ്റുമാനൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ സ്നേഹനദിയായ ലവ്ലി ജോർജ്, പ്രതിപക്ഷ നേതാവ് ES ബിജു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സിബി ചിറയിൽ, മറ്റ് വേദിയിൽ സദസ്സിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെയധികം സന്തോഷത്തിലാണ്. ഒരുപാട് കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും അന്ന് ഓരോ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ കൂടുതൽ സന്തോഷം ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. കാരണം സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സമുച്ചയം, വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ വീടുകളിൽ അച്ഛനും അമ്മയും മാത്രമായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഇവിടെ വന്നിരിക്കാനും സ്നേഹം പങ്കുവെക്കാനും പരസ്പരം സന്തോഷിക്കാനും ഒരു സമുച്ചയം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളുടെ കുടുംബം പോലെ തന്നെ, നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രം കുടുംബം എടുത്താൽ എല്ലാവരുടെയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്കൊരു വീടുണ്ടാകുക എന്നുള്ളത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു വീട് കിട്ടുക. അതാണ് ഒരാളുടെ ജീവിതത്തിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ആ വീട്ടിൽ ആ കുടുംബക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, എല്ലാവരും സ്നേഹം പങ്കുവെക്കല്, ഇതെല്ലാം നമുക്ക് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പോലെ തന്നെയാണ് സീനിയർ സിറ്റിസൺസ് എന്ന ഈ അസോസിയേഷന്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ഒരു വീട് തന്നെ പറയാം. ആ വീട്ടിലേക്ക് എല്ലാവരും വരികയും സ്നേഹം പങ്കുവെക്കുകയും സമാധാനമായിട്ടും സന്തോഷമായിട്ടും കഴിയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, എല്ലാ വീടുകളിലും അച്ഛനും അമ്മയും മാത്രമാകുന്ന ഒരവസ്ഥയാണ്. മക്കളെല്ലാം അവരുടെ വിദ്യാഭ്യാസത്തിനായിട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്ത് പണം സമ്പാദിച്ച് കുടുംബം പോറ്റേണ്ട ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ എല്ലാവരും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിലിരിക്കുകയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള്, കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള്, വീട്ടിലെ അംഗങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന വീട്ടിലെ കൂടുതൽ കാര്യങ്ങൾ, അതിനകത്തൊക്കെ നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ സമയം അങ്ങനെ കുറെ അങ്ങ് മാറിക്കിട്ടും. ഇപ്പൊ അങ്ങനെയല്ല, അച്ഛനും അമ്മയും മാത്രമാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെറുതെ ഒരുപാട് സമയം ഇരിക്കേണ്ടി വരികയാണ്. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബോറണി പോലെയോ അല്ലെങ്കിൽ ആ അസുഖം, മുട്ടിന് വേദന, കാല് വേദന, മേല് വേദന എന്നുള്ള പല അസുഖങ്ങളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. വീട്ടില് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒറ്റപ്പെടലുകൾ, അതും വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളികളിൽ ഒരാള് നമുക്ക് വിയോഗം സംഭവിച്ചാൽ അന്നേരം ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ, ഇതെല്ലാം വളരെയധികം നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്യുന്നതിന് ഉള്ള ഒരു കാര്യമാണ് ഇതുപോലെയുള്ള അസോസിയേഷൻ രൂപീകരിക്കൽ. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസന്റെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാര്യം, ഈ ആൾക്കാർക്കെല്ലാം വന്ന് ഒരുമിക്കാൻ പറ്റുന്നു, സന്തോഷം പങ്കിടാൻ പറ്റുന്നു. ഇതെല്ലാം കൊണ്ടും ഈ ഒരു സമുച്ചയം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം. അതുകൂടാതെ ഞാൻ പല കാര്യങ്ങളിലും പറയുന്നത്, സീനിയർ സിറ്റിസൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പുറകോട്ട് വരും എന്നുള്ളൊരു ചിന്തയിലാണ് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ കാര്യങ്ങളായിട്ട് വളരെ ഉഷാറോടുകൂടി നിങ്ങൾ കാര്യം ചെയ്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 1 വർഷം കൊണ്ട് അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് ഈ സ്ഥലം വാങ്ങിച്ച് ഇതുപോലൊരു മനോഹരമായ കെട്ടിടം പണിത്, ആ കെട്ടിടം ഞാൻ നോക്കുമായിരുന്നു, കർട്ടൻ പോലും ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടന സമയത്ത് എത്ര മനോഹരമാക്കിയാണ് ഈ ബിൽഡിംഗ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്.
അതിന് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എൻ്റെ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും മുമ്പോട്ടും ഇതുപോലെ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്നും അതിനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും തരട്ടെ എന്നും സന്തോഷമായിട്ട് മുൻപോട്ട് പോകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് ഇവിടെ പണി കഴിപ്പിച്ച രഞ്ജിത്ത് ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവരും രഞ്ജിത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു വർഷം കൊണ്ട് ആ പണി വളരെയധികം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഈ സമയത്ത് രഞ്ജിത്തിനെ നന്ദി അറിയിക്കുന്നു. എന്തായാലും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നന്നായിട്ട് നടത്തട്ടെ എന്ന്. അതുപോലെ തന്നെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി എന്നോട് സോമൻ സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറിനെ വിളിക്കാൻ പറ്റുമോ നമ്മുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാൻ. അപ്പൊ ഞാൻ പല പ്രാവശ്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ സാറിന് ഇന്നത്തെ ഡേറ്റിന് സാറിന് കേരളത്തിൽ വരാൻ പറ്റിയില്ല. സാറ് ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരാറുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞ ഡേറ്റിന് വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ സാറിനെ അറിയിച്ചു, സാറേ ഇന്നത്തെ ഡേറ്റ് പ്രശ്നമാണ്, ഈ ഡേറ്റിൽ സാറിന് പറ്റിയില്ല, നമുക്കൊന്ന് ഡേറ്റ് മാറ്റി സാർ അടുത്തൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റാണ് ജോർജ് കുര്യൻ സാർ പറഞ്ഞത്. അപ്പോൾ ആ സമയത്തേക്ക് ഇവിടെ മാറ്റാൻ പറ്റില്ലെന്ന് സാറും എന്നെ അറിയിച്ചു. അതിന് പ്രകാരമാണ് സാറിന് വരാൻ പറ്റായിരുന്നത്. നമുക്ക് ഇനി എന്തെങ്കിലും നമ്മുടെ ഒരു പരിപാടി നടത്തുമ്പോൾ ജോർജ് കുര്യൻ സാറിനെ കൂടെ ഉൾപ്പെടുത്തി നടത്താനും അദ്ദേഹത്തിന് നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് സംസാരിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. നമുക്ക് അതിനുള്ള എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല കാര്യങ്ങൾ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്നും എല്ലാവർക്കും അതിനുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷൻ ഡോക്ടർ ഡേവിസ് അവരുടെ ഇന്ന് ഈ മന്ദിര ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട MLA മന്ത്രിയും ദേവസ്വം തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുമായ ശ്രീ GN വാസൻ അവരുടെ, അതുപോലെ തന്നെ നമ്മുടെ MP ശ്രീ ഫ്രാൻസിസ് തോമർ, നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ മുനിസിപ്പൽ മെമ്പർമാർ, അംഗങ്ങൾ, കൂടാതെ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ, അതുപോലെ തന്നെ സംസ്ഥാന ട്രഷറർ ശ്രീ അശോകൻ സാറ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ അടുക്കള യൂണിറ്റുകളിലെ ഭാരവാഹികളുടെ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഒരിക്കൽ കൂടി ഞാൻ അഭിസംബോധന ചെയ്തുകൊണ്ട് 2 വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന് പ്രധാനമായിട്ട് എനിക്ക് പറയാവുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അംഗങ്ങളുടെ ഇച്ഛാശക്തി, അംഗങ്ങളുടെ പ്രവർത്തന ശേഷി തന്നത് മാത്രമാണ് നമുക്ക് ഇത്രയൊരു ചെറിയ മന്ദിരം തന്നെയാണ് പറയുന്നത് നമുക്ക് ഔദ്യോഗികമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും. അവരുടെ അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരൊക്കെ വിളിക്കൊണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ. അപ്പോൾ ഇവരുമൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഏറ്റവും സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ, ഇവരെല്ലാവരുടെയും അവരുടേതായ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും അംഗങ്ങളുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര ഒരു ബിൽഡിംഗ് ഇവിടെ ഈ 85 ലക്ഷം രൂപയുടെ ചെലവ് തന്നെ ഈ ബിൽഡിംഗ് ഇവിടെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. നിരവധി ആൾക്കാരുടെ സംഭാവനകൾ കിട്ടിയിട്ടുണ്ട്, ലോണായി ലഭിച്ചിട്ടുണ്ട്. ലോണൊക്കെ പരിസരത്തെ ലോണുകളൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നെ കഴിഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് പ്രവർത്തിച്ചാൽ ഏത് പ്രസ്ഥാനവും ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതെല്ലാം ഡോക്ടർ നമ്മുടെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചു. നമുക്കൊരു പാലിയേറ്റീവ് സെൻ്റർ, അത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ആംബുലൻസ്, ഇതൊക്കെ നമുക്കുണ്ടാകണമെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആൾക്കാരുടെ കൂട്ടായ സഹകരണം ഭാവിയിലും ഉണ്ടായേ പറ്റുള്ളൂ എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് തീർച്ചയായും എനിക്ക് 2 പേരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കിയില്ല. നമ്മുടെ സെക്രട്ടറി ശ്രീ അബ്ദുൽ റഹ്മാൻ, ആ അബ്ദുൽ റഹീം തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ട്രഷറർ രാധാകൃഷ്ണനും അവരുടെ സജീവ സാന്നിധ്യം തന്നെയല്ലേ. എപ്പോൾ നോക്കിയാലും അവരും ബിൽഡിങ്ങിൽ പോയിട്ടുണ്ട്. ഞാൻ എപ്പോൾ വന്ന് നോക്കിക്കഴിഞ്ഞാലും ഇന്നും തുറന്ന് ഇതിനകത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ സ്വപ്ന സൗധത്തിൽ അവരുടെ ആ ഇന്നത്തെ രാത്രി എഴുതുന്ന പോലെ ഇരിക്കുന്ന 8-9 മണിയായി അവരൊന്ന് പോയത്. അപ്പം നമ്മളുടെ വീട് പോലെ, നമ്മുടെ വീട്ടിൽ പ്രവർത്തിക്കുന്ന പോലെ വീടെങ്ങനെ പൂർത്തിയാകും. നമ്മുടെയൊക്കെ ഒരു വീട് പണിത് കഴിഞ്ഞാൽ നമ്മളെന്താ രാത്രി വരെ അവിടെ തലേദിവസം പോയി നിൽക്കും. എന്താ എവിടെ പൂർത്തിയാകുന്നുണ്ട്, എവിടെ ഇതിൻ്റെ പോരായ്മകളുണ്ട്, ഇതൊക്കെ ചെയ്തത് തീർച്ചയായും നമ്മുടെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഇവർ 2 പേരെയും തന്നെ ലീഡ് ചെയ്യുന്ന നമ്മുടെ പ്രസിഡന്റിൻ്റെയും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഡോക്ടർ GV സോമൻ അവരുടെയും സാന്നിധ്യം ഉണ്ടായി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ശ്രീ റഹീനെയും
അതോടൊപ്പം തന്നെ ശ്രീ രാധാകൃഷ്ണനെയും നമ്മുടെ പ്രസിഡന്റിനെയും ഒക്കെ തന്നെ അനുമോദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് സഭയിലെ മുഴുവൻ പേർക്കും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 25 കൊല്ലമായി നമ്മൾ ആലോചിച്ചു വന്ന സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതിൽ നമ്മളെല്ലാവരും ആഹ്ലാദം ഉൾക്കൊള്ളുന്നുണ്ട്. ഈ നേട്ടം കൈവരിക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ നേതാക്കൾക്കും സഹപ്രവർത്തകർക്കും ഞാൻ അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുകയാണ്. ഞാനധികം ദീർഘിക്കുന്നില്ല. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ രമ്യകർമ്മ്യം വെറുതെ ഇടാൻ ഇടയാക്കരുത്. അതായത് വളരെ ആഹ്ലാദത്തോടുകൂടി രൂപം കൊടുത്തിട്ടുള്ള പല സംഘടനകളുടെയും കെട്ടിടങ്ങൾ ഇന്ന് പൂട്ടിക്കിടക്കുക, സീനിയർ സിറ്റിസൺ സെന്റർ ഉൾപ്പെടെ. അവിടെ ഇന്ന് പ്രവർത്തനരഹിതമാണ്. നമ്മൾ ഇവിടെ ഇത്ര കഷ്ടപ്പെട്ട് ഈ കെട്ടിടം പണിതുണ്ടാക്കി ഇനിയും പ്രവർത്തിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസം എങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും പ്രവർത്തന പരിപാടികൾ നടത്താനുള്ള പദ്ധതികൾ നാം കൂട്ടായി ആലോചിച്ചുണ്ടാക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നുള്ളൂ. നിങ്ങൾ ഒരുപക്ഷെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, അടുത്ത കാലത്ത് INTUCയുടെയും CITയുടെയും വർക്കിംഗ് ഓഫീസുകൾ കള്ളന്മാരുടെ മോഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഗുഹകളായി തീർന്നിരിക്കുന്നു. ഇവിടെ ഒരു നല്ല സൗകര്യങ്ങളോടുകൂടിയ ഒരു രമ്യകർമ്മ്യം തീർത്തിട്ട് അവിടെ പ്രവർത്തിക്കാൻ ആളില്ലെങ്കിൽ, നോക്കാൻ ആളില്ലെങ്കിൽ വേറെ താല്പര്യകക്ഷികൾ ഇവിടെ കയറി കുടിപാർക്കും. ഇന്നിപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രതിഭാസമാണ്, എവിടെയെങ്കിലും സ്ഥലം കിടന്നാൽ അവിടെ കയറി കുടിയിരിക്കുക, അവിടെ പ്രവർത്തനങ്ങൾ, അവരുടെ സ്വന്തം പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിനൊരു കാരണം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ ഇവിടെ നമ്മുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റി കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുത്ത് അത് ചെയ്യണം. ഈ വാക്കുകളോടുകൂടി ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.